Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോണത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജാങ്കോ ഇൻസ്റ്റാൾഡ് ആപ്പിൽ നമ്മൾ പുതിയൊരു ആപ്ലിക്കേഷൻ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനകത്തൊരു പുതിയൊരു റൂട്ട് എങ്ങനെ ആഡ് ചെയ്ത് അതെങ്ങനെ ബ്രൗസറിൽ ലോഡാക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ഇവിടെ നോക്കാവുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റാണ് ഈ ജാങ്കോ ആപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ഒരു ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് തന്നെ അതേ പേരിലായിരിക്കും ആ മെയിൻ ഒരു പ്രൊജക്റ്റിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഓരോ ഫയൽസും എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഓരോരോ വീഡിയോസിൽ ആയിട്ടായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. നമുക്കിനി വേണ്ടത് പുതിയൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വിൻഡോസിലുള്ള കമാൻഡിലാണെങ്കിൽ നമുക്ക് പൈ എന്ന് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ബ്ലോഗ്സ് അല്ലെങ്കിൽ ബ്ലോഗ് എന്ന ഒരു പേരായിരിക്കും നമ്മളിവിടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബ്ലോഗ് എന്ന് പറയുന്ന പേരിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ സെർവർ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ഒരു കമാൻഡ് നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ഫോൾഡറിൻ്റെ അകത്ത് നിന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഇവിടെ ബ്ലോഗ് എന്ന പേരിൽ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതൊരു പാരൻറ്റ് ഫോൾഡറിൻ്റെ അകത്താണ് നമുക്കിപ്പോൾ ബ്ലോഗ് എന്നും ജാങ്കോ ആപ്പ് എന്ന് പറയുന്ന രണ്ട് ഫോൾഡേഴ്സ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം, അതായത് ഈ ബ്ലോഗ് എന്ന് പറയുന്നതും നമ്മുടെ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പും ഈ പ്രൊജക്റ്റും ആപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമ്പനി ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വെബ്സൈറ്റിൽ തന്നെ പല പല കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു മെയിൻ ഒരു വെബ് ആപ്ലിക്കേഷനിൽ നമുക്ക് ചിലപ്പോൾ ഒരു ബ്ലോഗിങ്ങിന് വേണ്ടി തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവാം, ഇക്കോമേഴ്സിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ഓരോരോ പർപ്പസിന് വേണ്ടി നമുക്ക് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ജാങ്കോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലോഗ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എഴുതുന്ന കോഡ് കൂടുതലും ആ ബ്ലോഗിങ്ങിന് വേണ്ടിയുള്ള ആ ഒരു കാര്യമായിരിക്കും. ഇനി നമുക്ക് ഇ-കൊമേഴ്സിന് വേണ്ടി മറ്റൊരു കാര്യം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ഇ-കൊമേഴ്സ് എന്ന പേരിലൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബ്ലോഗ് എന്ന് പറയുന്ന കാര്യം ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന കാര്യം വരുന്നത് ഒരു ജാങ്കോ ആപ്പ് എന്ന് പറയുന്ന ആ ഒരു സെയിം പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ തന്നെയായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ പൊതുവേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്കതൊരു മറ്റൊരു പ്രൊജക്റ്റിലേക്ക്, നിങ്ങൾക്കിപ്പോൾ വേറൊരു പ്രൊജക്റ്റിലേക്കും ഈ ഒരു ഫോൾഡറിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ചില കേസസിലൊക്കെ നമുക്ക് ചില ആപ്ലിക്കേഷൻസ്, അതായത് ഇവിടെ ബ്ലോഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസും ചിലപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതിലെ ഡാറ്റ അല്ലെങ്കിൽ കോഡ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ റൺ ചെയ്ത് നോക്കിയാലും സെർവർ സ്റ്റാർട്ട് ചെയ്താലും നമുക്കിപ്പോൾ അറ്റ് പ്രസൻറ്റ് അത് നമ്മുടെ ഈ ഒരു ബ്രൗസറിൽ നമുക്ക് ആക്സസ് ചെയ്യാനോ പ്രത്യേകിച്ചൊന്നും കാണാനായിട്ടൊന്നും സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ റൂട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ജനറലി നമ്മൾ ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുന്ന URLs. ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു URL ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു URLനെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ശരിക്കും റൂട്ടിംഗ് എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങിൽ. അപ്പോൾ ആ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു URL ക്രിയേറ്റ് ചെയ്യിക്കും, ആ URL നിന്ന് ഡാറ്റ, അതായത് ഈ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു ഡാറ്റ റെസ്പോൺസ് കൊടുക്കുകയുമാണ് റിയൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സ്റ്റെപ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് വേണ്ടത് നമ്മളിപ്പോൾ ഇനി കോഡ് ചെയ്യാൻ പോകുന്നത് ബ്ലോഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ അകത്തായിരിക്കും. അപ്പോൾ ആ ഒരു ബ്ലോഗ് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് അതിൽ വ്യൂസ് എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. അപ്പോൾ ആ ഒരു ഫയലിൽ നമ്മളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു മെത്തേഡിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ബ്രൗസറിൽ നമ്മൾ
കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ, ഒരു മിനിമൽ കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് ചെയ്യുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊരു ജസ്റ്റ് ഒരു HTTP റെസ്പോൺസ് നമുക്ക് ബ്രൗസറിൽ കാണിച്ചു തരുന്നതാണ്. ഇതിൽ കോംപ്ലിക്കേഷൻസ് ആയ ടെംപ്ലേറ്റ്സ് അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും അറ്റ് പ്രസൻറ്റ് ഇല്ല. നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രിങ് മെസ്സേജ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് HTTP റെസ്പോൺസ് ഒക്കെ കാണിക്കണമെങ്കിൽ ജാങ്കോയുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം യൂസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു കോഡ് അല്ലെങ്കിൽ URL അത് കണക്റ്റ് ആവണമെങ്കിൽ ജാങ്കോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫയലുണ്ട്, urls.py എന്ന് പറയുന്ന ആ ഒരു ഫയലിലാണ് നമ്മൾ URLs ഒക്കെ വ്യൂസിലെ ഏതൊരു മെത്തേഡിലേക്കാണ് കണക്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫയൽ ബൈ ഡിഫോൾട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അത് ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ നമ്മുടെ മെയിൻ പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു URLs എന്ന് പറയുന്ന ഒരു ഫയൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫയൽ നമുക്ക് ഈ ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്തും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഫസ്റ്റ് വേണ്ടത് നമുക്കിവിടെ മാനുവലി ആ ഒരു ഫയൽ urls.py എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മുടെ ഈ ബ്ലോഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ കൊടുക്കേണ്ട കണ്ടൻസ് നമ്മൾ വളരെ ജസ്റ്റ് ഒരു സിമ്പിൾ റൂട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആഡ് ചെയ്യേണ്ട കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് വേറെ നല്ല ഒരു URL പാറ്റേൺ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ പാത്ത് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ URLലെ പാത്തായിട്ട് വരുന്നത്. അപ്പോൾ ഇത് empty ആയിട്ട് കൊടുത്താൽ അത് പ്രത്യേകിച്ച് പാത്തൊന്നുമില്ലെങ്കിലും ഈ ഒരു ഫംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവിലെ മെത്തേഡിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതിൽ views.index എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ views.py എന്ന് പറയുന്ന ഫയൽ എടുത്താൽ അതിൽ ഇൻഡെക്സ് എന്ന് പറയുന്ന മെത്തേഡുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എങ്ങനെയാണ്, നമുക്ക് URL ബൈ ഡിഫോൾട്ട് empty path എന്ന് പറയുന്നത് നമ്മൾ സ്ലാഷ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പാത്തൊന്നും ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മൾ empty path എന്ന് പറയുന്നത്. ആ ഒരു URL ബ്രൗസറിൽ വരുന്ന സമയത്ത് വ്യൂസിലെ ഇൻഡെക്സ് എന്ന് പറയുന്ന മെത്തേഡിലേക്ക് ആ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ കൺട്രോൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിലെത്തുകയും അത് HTTP റെസ്പോൺസ് ഈ ഒരു റെസ്പോൺസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള കോഡിങ് കംപ്ലീറ്റ് ആയി. പക്ഷേ ഈ ഒരു URLs നമുക്ക് ബൈ ഡിഫോൾട്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യം നമുക്ക് ഇപ്പോഴും ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. കാരണം അതിപ്പോഴും നമ്മുടെ പ്രൊജക്റ്റിൻ്റെ നമ്മുടെ ഈ ഒരു മെയിൻ ഫയൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന മെയിൻ urls.py ഉണ്ട്, ജാങ്കോ ആപ്പ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തുള്ള ഈ ഒരു ഫോൾഡറിൽ ഈ ഒരു ഫയലിലേക്ക് നമ്മുടെ ഈ ഒരു ബ്ലോഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ URLs ഇമ്പോർട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് ജാങ്കോ ഒരു വാലിഡ് URL ആയിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലോഗിൻ്റെ URLs ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്ലോഗ് എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ പാത്തും പിന്നെ എടുക്കുന്നത് അല്ലെങ്കിൽ URLs വർക്ക് ചെയ്യുന്നത് blog.urls, അതായത് ഈ ബ്ലോഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോൾഡറിലെ urls.py എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന അതിലെ URL പാറ്റേൺ വെച്ചിട്ടായിരിക്കും ബ്ലോഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ URLsഉം പിന്നീട് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ നിങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിവിടെ ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇമ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതൊക്കെ അഡ്മിൻ URLs ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിലായിരിക്കും പറയുന്നത്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബേസിക് ലെവൽ ഈ ഒരു എക്സാമ്പിൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് ബ്രൗസറിൽ എടുത്ത് നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം കോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ജാങ്കോയിൽ നിങ്ങളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഒരു കോമ മിസ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു എറർ കാണിച്ചു തന്നു. കാരണം നമ്മുടെ കോഡിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ അത് ബൈ ഡിഫോൾട്ട് ഈ ഒരു കൺസോൾ വിൻഡോയിൽ അല്ലെങ്കിൽ കമാൻഡ് ലൈൻ വിൻഡോയിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഇത് ഫിക്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ സെർവർ സ്റ്റാർട്ട് ആവുള്ളൂ. ഇപ്പോൾ നേരത്തെ പോലെ എറേഴ്സൊക്കെ പോയി സെർവർ നോർമലി റണ്ണിങ് ആണ്. ഇനി നമുക്ക് നേരത്തെ ഈ ഒരു URL ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ URL ലോഡ് ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു വ്യത്യാസം കാണാൻ കഴിയും. നേരത്തെ വന്നിരുന്ന ആ ഒരു ഡിഫോൾട്ട് പേജ് ഇപ്പോൾ ലോഡായിട്ടില്ല.
അതിന് കാരണം ഇതാണ്, നമ്മളൊരു സിംഗിൾ യു ആർ എൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യു ആർ എൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിഫോൾട്ട് പേജ് പിന്നെ ബൈ ഡിഫോൾട്ട് കാണിക്കുന്നതല്ല. അപ്പോൾ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഫോൾട്ടായിട്ടുള്ള ഈ ഒരു ഹോം പേജ് അല്ലെങ്കിൽ ഒരു വെറും സ്ലാഷ് എന്ന് പറയുന്ന ഇൻഡെക്സ് പാത്തിൽ പ്രത്യേകിച്ച് നമ്മൾ യു ആർ എൽസ് ഒന്നും അല്ലെങ്കിൽ പാത്ത് റൂട്ടൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ പേജ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു എറർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോഴത്തെ കേസിൽ അത് പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഇവിടെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ബ്ലോഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാരണം ഈ യു ആർ എൽ കോൺഫിഗറേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള യു ആർ എൽസ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പാത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ കൊടുത്ത ആ ഒരു ഔട്ട്പുട്ട് ഇവിടെ വരുന്നതാണ്, യു ആർ അറ്റ് ദ ബ്ലോഗ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലോഡായിരിക്കുന്നത് നമ്മുടെ ഈ ഒരു views.py ഈ ഒരു മെസ്സേജാണ് നമുക്കവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വളരെ മിനിമലായിട്ടുള്ള ഒരു എക്സാമ്പിൾ, അതായത് ഒരു റൂട്ട് ആഡ് ചെയ്ത് ആ റൂട്ട് ബ്രൗസറിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന റിക്വസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് ഒരു യു ആർ എൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് സെർവറിലേക്ക് വരുന്നത്. ബൈ ഡിഫോൾട്ട് നിങ്ങൾ ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഗെറ്റ് റിക്വസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ റിക്വസ്റ്റിൽ വരുന്ന ഡാറ്റ ഒക്കെ ആക്സസ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് കാര്യങ്ങൾ നമ്മൾ പിന്നീടായിരിക്കും പഠിക്കുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോയുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്നും ആപ്ലിക്കേഷനും പ്രൊജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും പിന്നെ എങ്ങനെയാണ് ഒരു റൂട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നത് എന്നുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് തന്നെ നോക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കോഡൊക്കെ ജിറ്റ്ഹബിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു നോട്ട്സ് ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ടൻറ് സെക്ഷനിലും, അതായത് വീഡിയോയുടെ കണ്ടൻറ് സെക്ഷനിലും ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.